ഹോർട്ടിക്കൾച്ചറിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. വാഴയുടെ രീതികളും കാര്യങ്ങളെ പറ്റി അറിയണമെന്ന് പറഞ്ഞു. അതിന്റെ കാര്യങ്ങളൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ സ്റ്റേഷൻ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം തുടങ്ങിയത് 1964 കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിരുന്നു. ചരിത്രമൊക്കെ പഠിക്കാൻ കുറെ കാലമായി ഹിസ്റ്ററി പഠിച്ചിട്ട് ചെറിയൊരു ചരിത്രം പറയാം. ചെറുതായി 2-3 കൂടുതൽ പറയാം. 64 ഇത് തുടങ്ങി. എന്നിട്ട് 70 ആയപ്പോഴത്തേക്കും ഇവിടെ റിസർച്ച് ആക്ടിവിറ്റീസ് ഗവേഷണങ്ങൾ തുടങ്ങിയത് 70-ലാണ്. അന്നേരം എല്ലാം കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരുന്നത്. പിന്നെ 1972 ആയപ്പോൾ നമ്മുടെ കാർഷിക സർവകലാശാല അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഈ ഗവേഷണ സ്ഥാപനത്തിന് കാർഷിക സർവകലാശാലയുടെ കീഴിലുണ്ട്. നമ്മുടെ ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്റ്റ് എന്നൊരു സംഭവമുണ്ട്. ഇന്ത്യയിൽ എവിടെ ഒരു വെറൈറ്റി അല്ലെ ഒരു കൃഷി കണ്ടുപിടിച്ചാലും അത് ഏതൊക്കെ സംസ്ഥാനത്തിന് യോജിച്ചതാണെന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കും. കൃഷിയിടത്തിലെ കർഷകരുടെ കൃഷിയിടത്തിൽ നിന്ന് പരീക്ഷിച്ച് നോക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രോജക്റ്റിന്റെ കീഴിലാണ് നമ്മുടെ ഈ ഗവേഷണ കേന്ദ്രം. നമുക്കിപ്പോൾ വാഴയെ പറ്റി പറയാം. ഇത്രയും പോലെ വാഴകൾ എന്തെല്ലാം തരം നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. ഏത്തവാഴ അല്ലേ? ആദ്യം മലയാളിക്ക് വാഴ എന്ന് പറഞ്ഞാൽ ഏത്തവാഴ തന്നെ. അത് കഴിഞ്ഞ മറ്റെന്തുകൊണ്ട് പിന്നെ റോബസ്റ്റ പഴം, പച്ചച്ചിങ്ങ എന്ന് പറയും അല്ലേ? കദളിപ്പഴം, അമ്പല കദളി എന്ന് പറയും. മൈസൂർ അഥവാ പാളയം കോടതി, ചെങ്കദളി അങ്ങോട്ടൊക്കെ ഉണ്ടോ നിങ്ങളുടെ സ്ഥലത്ത്? ചെങ്കദളി തൃശ്ശൂർക്കാർക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. കൊള്ളിക്കാറുണ്ട്. നിങ്ങളെന്താ അഭിപ്രായം? കൊള്ളാമെന്നുള്ള ഗ്രൂപ്പിലല്ലേ? ഇവിടെ ഉള്ളവരോട് ചോദിച്ചാൽ അയ്യെന്ന് പറയും. ഞങ്ങൾ കൊല്ലം തിരുവനന്തപുരം തെക്കൻ കേരളക്കാർക്ക് അങ്ങേയറ്റം ഇങ്ങേയറ്റം ഉള്ളവർക്ക് ചെങ്കദളി ഇഷ്ടമായി. നടുക്കുള്ളവർ പറയുന്നത് അതിന് പഞ്ഞ മണം പറയാൻ പാടില്ലല്ലോ. ടേസ്റ്റ് ഇപ്പൊ കുറവാണ്. പക്ഷെ നമുക്ക് ഒരു യാത്രയൊക്കെ പോകുമ്പോ അല്ലേ ക്ഷീണിച്ചിരിക്കുമ്പോ അതൊന്നും കഴിച്ചാൽ നല്ല പെട്ടെന്ന് ഉഷാറാണ്. നമ്മളെന്ന് പറയാല്ലേ ജീവിതം നടുക്കുള്ളവർക്ക് അതാ. പിന്നെന്ത് പഴയ പറയാം, പൂവനെ വിടാൻ പാടില്ലല്ലേ? വളരെ പ്രധാനപ്പെട്ടത് എല്ലാ സ്ഥലത്തുള്ളവർക്കും വേണമെങ്കിൽ ഇന്ത്യയിലൊട്ടാകെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. നേന്ത്രൻ നമ്മളല്ലാതെ വേറെ ആരും കഴിക്കത്തില്ല ഇതുപോലെ പഴമായിട്ട്. തമിഴ്നാട് തൊട്ടങ്ങോട്ട് ആയിട്ട് കഴിക്കും. മലയാളികൾ അവിടെ കാണാൻ പോയിട്ടുണ്ടെങ്കിലേ കഴിക്കും. പിന്നെ ഞാലിപ്പൂവിനെ വിടാവോ? എല്ലാ കാലത്തും അല്ലേ വില ഒരുപോലെ നിൽക്കുന്ന കർഷകർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ ഉറപ്പിക്കാവുന്ന ഒരു അല്ലേ? നേന്ത്രൻ നിന്ന് നിപ്പിച്ചത്. പക്ഷേ ഈ വർഷം കുറഞ്ഞില്ല. ഓണം കഴിഞ്ഞ് വലിയ രീതി കുറഞ്ഞില്ല. നേന്ത്രം ഏറ്റവും കൂടുതൽ വരുന്ന കൃഷി തന്നെ കൃഷ്ണാപ്പള്ളി. എല്ലാം നമുക്ക് വേണ്ടിയാണല്ലോ. ബാക്കി സംസ്ഥാനക്കാര് നേന്ത്രം കൃഷിയേ ഉള്ളൂ, കഴിക്കില്ല. കഴിക്കുന്ന നമ്മള് കൃഷി അണ്ണാച്ചി കൊണ്ടുതരും, വാങ്ങും. എന്തോ അണ്ണാച്ചി കൊണ്ടുതരും, വാങ്ങും. നമുക്ക് കിട്ടിയേ പറ്റൂ. എല്ലാരും വാഴുന്നത് പോലെ സ്ഥലമുണ്ടോ? നമുക്ക് അതിനുള്ള സ്ഥലവും സൗകര്യവും ഇല്ല. നമ്മുടെ ആവശ്യങ്ങൾ അധികമാണ്. നമ്മുടെ ആവശ്യത്തിനുള്ളത് ഉത്പാദിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കൃഷിയിൽ വരുന്നത്. അവരുള്ളോണ്ടല്ലേ നമ്മൾ നെല്ല് തിന്നുന്നത്, ചോറ് തിന്നു കിടക്കുന്നത്. അവര് തിന്നുന്ന വെള്ളയരിയ. പക്ഷെ അവര് നമുക്ക് വേണ്ടി ആഗ്രഹമല്ല. നമ്മുടെ അരി തന്നെ കൃഷി ചെയ്ത് കൂടെ എല്ലാ വിളകളും പച്ചക്കറി ആയാലും നമ്മൾ അങ്ങനെ ആകാൻ കാര്യം നമ്മുടെ കുറ്റം മാത്രമല്ല, നമ്മുടെ സ്ഥലത്തിന്റെ ഒരു രീതി, നമ്മുടെ മണ്ണിന്റെ ഒരു പ്രത്യേകത. നമുക്ക് കൃഷി ചെയ്യാൻ ആവശ്യത്തിന് ഇത് നമ്മൾ കൃഷി ചെയ്തത് കഴിക്കുന്നതിന് ആവശ്യത്തിനുള്ള ജനസംഖ്യ ഇവിടെ കൂടുതലാണ്. ടിഷ്യൂ കൾച്ചർ എന്താണ്, അതുകൊണ്ട് നമുക്കുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ കർഷകർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു സക്കര വെച്ചു, അത് അടുത്ത തവണ നമ്മൾ വിളവെടുത്ത് കഴിയുമ്പോൾ ആ ഒരു മദർ സക്കറും അതിന്റെ സൈഡിലുള്ള 1-2 കണ്ണ് മാത്രമാണ് നമുക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ബാക്കിയുള്ള സൈഡ് ബട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കണ്ണിൽ നിന്ന് 10 മാസം കൊണ്ട് 1000 തൈ ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതിൽ നിന്ന് വേറെ വ്യത്യസ്തമായിട്ട് അത് 10 മാസം കണ്ട് ഒരു കന്നും ഇല്ല, അതിന്റെ സൈഡിലുള്ള 1-2 കന്നും കൂടി നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മുടെ ടിഷ്യൂ കൾച്ചറിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ണിൽ നിന്ന് ഈ 10 മാസം കൊണ്ട് 1000 തൈ ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വെറൈറ്റിയിലും നമുക്ക് ആവശ്യമുള്ള തൈകൾ ഉത്പാദിപ്പിക്കുകയാണ് ടിഷ്യൂ കൾച്ചറിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പം നമ്മൾ
കന്ന് നടുവാണെന്നുണ്ടെങ്കിൽ കന്ന് നട്ട് കഴിയുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ പ്രകൃതിയിൽ തന്നെ അതിന് കിട്ടും. പക്ഷെ ടിഷ്യൂ കൾച്ചറിനെ സംബന്ധിച്ച് നമ്മൾ അതിനെല്ലാം ആർട്ടിഫിഷ്യലായിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുൾ സ്റ്റെറൈൽഡ് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ ലാമിനാർ ഫ്ലോയിൽ വെച്ചിട്ട് സ്റ്റെറൈൽഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ കെമിക്കൽസും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വളർന്നു വരാനായിട്ട് നമ്മൾ കൃത്രിമമായിട്ട് നമ്മൾ അതിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ നമ്മൾ എങ്ങനെയാണോ വളർത്തിക്കൊണ്ട് വരുന്നത് അതുപോലെയാണ് നമ്മൾ അതിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മളൊരു കന്നെടുത്ത മണ്ണിലേക്ക് വെക്കുന്നു, അത് വളർന്നു വരുന്നു. അപ്പൊ അതുപോലെ നമ്മൾ മണ്ണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് മീഡിയ എന്ന് പറയും. അപ്പൊ പലതരം കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് സ്റ്റെറൈൽഡ് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കെമിക്കൽ എടുക്കുമ്പോൾ 1 മില്ലിഗ്രാം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാൻ പാടില്ല. വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ വെക്കുന്ന കന്ന് നശിച്ചു പോകും. അപ്പോൾ അത്രയ്ക്കും സൂക്ഷ്മമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ഇത് മീഡിയ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ കന്നിന്റെ ഏറ്റവും ഉള്ളിലുള്ള സക്കറിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഒരു പോർഷൻ എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെക്കുന്നത്. കന്നിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഒരു ഭാഗം. ഇപ്പൊ നമ്മളിപ്പോ വാഴയിൽ നിന്ന് നമ്മൾ കുറെ സ്ഥലങ്ങളിൽ നിന്ന്, അതായത് കുടപ്പനിൽ നിന്ന് ചെയ്യുന്നുണ്ട്, സീഡിൽ നിന്ന് ചെയ്യുന്നുണ്ട് ടിഷ്യൂ കൾച്ചർ. പക്ഷെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കന്നിൽ നിന്ന് ചെയ്യുന്നതില്ല. അപ്പൊ ഇത് നമ്മൾ വെക്കുന്നു. ഏകദേശം ഒരു 3 ആഴ്ച കഴിയുമ്പോൾ അതൊരു വാഴയുടെ ഷേപ്പിലേക്ക് മാറും. സെയിം ഒരു വാഴയുടെ ഷേപ്പിലേക്ക് മാറും. അപ്പോൾ കർഷകരായിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമുക്ക് ഇതിനകത്ത് ഒരുപാട് വൈറസുകൾ ഉണ്ടാവും. വാഴയില് മണ്ണിൽ നിന്ന് വരുന്ന ഒരുപാട് വൈറസുകൾ ഉണ്ടാവും. പക്ഷേ ടിഷ്യൂ കൾച്ചറിനെ സംബന്ധിച്ച് നമ്മൾ ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ടേക്ക് നമ്മളിത് കൊണ്ടുപോകത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കന്നിന്റെ ഈ ഒരു ഭാഗവും ലീഫിന്റെ ഭാഗം എടുത്തിട്ട് വൈറസ് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമുക്ക് സാമ്പിൾ റിസൾട്ട് അവർ തരും. പോസിറ്റീവ് എന്നുള്ളത് നമ്മൾ കളയും, കാര്യം അതിനകത്ത് വൈറസിന്റെ സാന്നിധ്യമുണ്ട്. നെഗറ്റീവ് ആണ് നമ്മൾ പിന്നീട് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഒരു കന്നിൽ നിന്ന് 1000 തൈയാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഭാഗം ഇതിന് 2 ആക്കി കട്ട് ചെയ്യും. 2 ഭാഗമായിട്ട് കട്ട് ചെയ്യും. സെന്ററിന് താഴത്തേക്ക് ആക്കിയിട്ട് 2 എണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ മീഡിയയിലേക്ക് മാറ്റി വയ്ക്കും. ഈ ഒരു മീഡിയക്ക് നമുക്ക് 21 ദിവസം മാത്രമാണ് അതിന് വളരാനായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കാനുള്ള കഴിവുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും നമ്മളത് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അങ്ങനെ ഞാൻ 2 ആക്കി കട്ട് ചെയ്ത് വെക്കും എന്ന് പറഞ്ഞതിന്റെയാണ് ഇത്. അപ്പൊ ഇതില് തന്നെ ഏകദേശം മുളകൾ വന്നിട്ടുണ്ട്. ഈ 2 എണ്ണാക്കി വെച്ചതിൽ തന്നെ മുളകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരെണ്ണത്തിന് വീണ്ടും 2 ആക്കും. 21 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിന് 2 ആക്കും. ഈ ഒരെണ്ണത്തിന് 2 ആക്കും. അപ്പൊ എത്ര എണ്ണായി? 4 എണ്ണായി. അപ്പൊ തന്നെ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് 4 എണ്ണം കിട്ടും. അപ്പൊ ഏകദേശം നമ്മൾ ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഏകദേശം 5 മാസം കഴിയുമ്പോൾ ഈ ഒരു ലെവലിലേക്ക് മാറും. അപ്പൊ ഈ കാണുന്ന ഓരോ ഇതും ഓരോ വാഴയാണ്, ഓരോ മുളയും ഓരോ വാഴയാണ്. അപ്പൊ ഇതിനെ നമുക്കിപ്പോ ഒരു 7 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിപ്പോ ഇതൊരു ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു സംഭവമാണ്. ഒരു വാഴയുടെ ഷേപ്പിലേക്ക് നമുക്കിത് കിട്ടിയിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതിലേക്ക് ഈ ഹോർമോൺസിൽ ചേഞ്ചസ് വരും. അപ്പൊ നമുക്കൊരു വാഴയുടെ ഷേപ്പ് ഏകദേശം അങ്ങനെ ഓരോ ചെടിയായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടാൻ പാകത്തിനുള്ള ഹോർമോൺസ് ചേഞ്ച് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിപ്പോ മനസ്സിലാക്കാം, ഇതൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു ചെടിയാണ്, നമുക്കിത് വാഴയായിട്ടില്ല. അപ്പൊ ഇതില് വേരില്ല, ഒരു സിംഗിൾ പ്ലാന്റ് അല്ല, നല്ലൊരു നിറയില്ല, ഹൈറ്റ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഹോർമോൺസിൽ ചേഞ്ചസ് വരും. അങ്ങനെ ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ ഇതിനെ ഓരോ മുളയും കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു പോട്ടിലേക്ക് മാറ്റിയ, അതായത് ഹോർമോൺസ് ചേഞ്ച് ചെയ്ത മീഡിയയിൽ മാറ്റി വയ്ക്കുമ്പോൾ ഫുള്ള് റൂട്ടഡ് ആണ്, ഹെൽത്തി പ്ലാന്റ് ആണ്, നല്ല ഗ്രീനിഷ് ആണ്, ഹൈറ്റ് ഉണ്ട്, സിംഗിൾ പ്ലാന്റ് ആയി മാറും. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു പ്രോസസ്സ് തുടങ്ങി 10 മാസം ആകുമ്പോഴാണ് ഈ ഒരു ലെവലിലേക്ക് മാറുന്നത്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് റൂട്ടഡ് ആയി ഹെൽത്തി പ്ലാന്റ്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിനെ പുറത്തേക്ക് എടുക്കും. എന്നിട്ട് ഈ അഗാറ് ഫുള്ള് റിമൂവ് ചെയ്യും. എന്നിട്ട് പോട്രയിലേക്ക് നമ്മൾ പഴക്കത്തിൽ നട്ട് കൊടുക്കും. അത് ഏകദേശം 1 മാസം വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് നമ്മൾ വീണ്ടും പോളി ബാഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് 2 മാസം നെറ്റോസിലുള്ള ട്രീറ്റ്മെന്റ് കൂടി കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഫാമേഴ്സിനായിട്ട് കൊടുക്കുന്നത്. അതാണ് ടിഷ്യൂ കൾച്ചറിൽ ഫസ്റ്റ് എൻഡ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതിൽ ഡോക്ടറിനെ അതാണ് ഇവിടെ ഉണ്ടാക്കുന്ന നമ്മുടെ രോഗനിയന്ത്രണ ബയോ കൺട്രോൾ ഏജൻസി ഇത് ആൽക്കില് ചെയ്തിട്ടുള്ളതാണ്. ഇത് ലിക്വിഡ്, അതായത് ഇത് ലിക്വിഡ് രൂപത്തിൽ വെള്ളം രൂപത്തിലാണ്. അപ്പൊ ഇത് ഒരു ബാക്ടീരിയ ആണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ മാധ്യമത്തിൽ ബാക്ടീരിയയെ വളർത്തിയിട്ട് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്, അതായത് അത് ആ പീരീഡിൽ വളർന്നതിന് ശേഷം ഈ ടാൽക്കിൽ മിക്സ് ചെയ്യും. ടാൽക്കിൽ മിക്സ് ചെയ്തതിന് ശേഷം ഈ ടാൽക്കില് എത്ര അളവില് ബാക്ടീരിയ വേണം എന്നുണ്ട്. അപ്പൊ ആ ബാക്ടീരിയയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഇതിന്റെ നമ്മൾ ആദ്യം തന്നെ വെള്ളം രൂപത്തിലാണ് കൾച്ചർ ഉണ്ടാക്കിയത്. അപ്പൊ അതൊന്ന്
കാൽക്കിൽ മിക്സ് ചെയ്തിട്ട് അതിന് നനവ് എത്ര വേണമെന്നുണ്ട് എന്നിട്ട് വേണം നമ്മളത് പാക്ക് ചെയ്യുക. അല്ലെങ്കിൽ അതിൽ വേറെ ഫംഗസും ബാക്ടീരിയ ഒക്കെ വളരും. സൂഡോമോണസ് തന്നെ വേണമെങ്കിൽ ഇത് കൃത്യം അളവിൽ മോയ്സ്ചർ ആക്കിയിട്ട് പാക്കറ്റിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് കയ്യിലേക്ക് കിട്ടുക. അപ്പോൾ എല്ലാ പാക്കറ്റും അങ്ങനെ തന്നെ ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് ക്വാളിറ്റി ചെക്ക് ചെയ്ത് മോയ്സ്ചർ അതായത് നനവ് നോക്കി അത് പാക്കറ്റിലാക്കും. അപ്പോൾ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂഡോമോണസ് നടന്ന സമയത്ത് വലിയ രോഗങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വളർച്ച തിട്ടപ്പെടുത്താനുള്ള ബാക്ടീരിയയാണ്. അപ്പോൾ ഇത് നമ്മൾ നടന്ന സമയത്തൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതായത് ആഴക്കെന്താണ് നടന്നെങ്കിൽ 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് ഈ 50 ഗ്രാം പൊടി അതിലേക്ക് ഒരു കലക്കി വഴക്കുന്ന 30 മിനിറ്റ് വെച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ അതിനുള്ള വാഴയുടെ രോഗങ്ങൾ കുറവായിരിക്കും. അതേപോലെ നമ്മൾ പച്ചക്കറികളൊക്കെ നട്ട് കഴിഞ്ഞാൽ വേര് പടക്കം നട്ട് കഴിഞ്ഞാൽ രോഗങ്ങൾ കുറവായിരിക്കും. നട്ട് കഴിഞ്ഞതിന് ശേഷം രോഗങ്ങൾ 1 ലിറ്റർ വെള്ളം എടുത്ത് 1 ഗ്രാം പൊടി എടുത്തിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ തളിച്ചു എല്ലാ സ്ഥലത്തും നമ്മൾ കുറിച്ച് കാണിച്ചിട്ടും ഇത് പഴമില്ലാക്കി നടാം. ഇത് വിത്ത് 1 കിലോ വിത്തിന് 10 ഗ്രാം ഇത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 20 ഗ്രാം. ഇതാണെങ്കിൽ വെള്ളം 5 മില്ലിയാണ്. ഉപയോഗമൊക്കെ ഇത് തന്നെ. ഇത് 1 ലിറ്ററിലേക്ക് 20 ഗ്രാം ആണെങ്കിൽ ഇത് 1 ലിറ്ററിലേക്ക് 5 മില്ലി അതേ ഉള്ളൂ. 4 മാസമുള്ളൂ. ഇപ്പൊ പറഞ്ഞത് ബാക്ടീരിയ ആണ്. ഇത് ഒരു ഫംഗസ് ആണ്, ട്രൈക്കോഡർമ. അപ്പോൾ ട്രൈക്കോഡർമയുടെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണ്ണിലൂടെ പകരുന്ന വേരിനെ ബാധിക്കുന്ന രോഗങ്ങളെ ചെറുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. അപ്പൊ ഇത് മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് ചുവട്ടിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ട്രൈക്കോഡർമ എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ് പറഞ്ഞത്. അപ്പൊ ഇത് നമുക്ക് ചാണകത്തിൽ വളർത്തി അതായത് കൂടുതലാക്കി ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈക്കോഡർമ 2 കിലോ ട്രൈക്കോഡർമ 90 കിലോ ചാണകപ്പൊടി 10 കിലോ വേപ്പിൻ അത് ചെറിയ നനവിൽ മിക്സ് ചെയ്ത് തണലത്ത് ചണച്ചാക്കുകൊണ്ട് നനഞ്ഞ ചണച്ചാക്കുകൊണ്ട് മുക്കിക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊണ്ടുപോകും. 15 ദിവസം മൊത്തം ട്രൈക്കോഡർമ ചേർക്കും. അപ്പോൾ 2 കിലോ വാങ്ങിയിട്ട് 100 കിലോ ആയിട്ട് മാറും. മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാ വിളകൾക്കും ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലൂടെ വരുന്ന രോഗങ്ങൾക്ക് എത്ര മാസം വരെ 4 മാസം അല്ല 4 മാസം. അത് അത്രയും നമുക്ക് തരാൻ പറ്റില്ല. നമ്മളിവിടെ 4 മാസം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പൊ വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ അളവിൽ കുറച്ച് കൂടുതലായിട്ട് ഇട്ടാൽ മതി. എന്താ വെച്ചാൽ അതിന്റെ അളവ് കുറയും 4 മാസം കഴിയുമ്പോഴേ. അതായത് ഇതിൽ കൃത്യം അളവ് ഫംഗസ് ആയാലും ബാക്ടീരിയ വേണമെന്നുണ്ട്. അപ്പൊ അത് 4 മാസം കഴിയുമ്പോൾ കുറഞ്ഞു തുടങ്ങും. അപ്പൊ നമ്മളിപ്പോ 1 ലിറ്ററിലേക്ക് 20 ഗ്രാം എന്ന് പറയുന്നത് ഒരു 30 ഗ്രാം അങ്ങനെ ഉപയോഗിക്കും. ഈ പ്രാണികളെ നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗസുകളാണ്. അപ്പൊ ഇത് ലിവേറിയ, അത് വാഴയിലുള്ള തണ്ടുവരപ്പുഴു, പച്ചക്കറികളിലുള്ള പുഴുക്കള്, ആമവണ്ടുകള്, അതിനൊക്കെ ഇതില് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 20 ഗ്രാം കലക്കി കുറച്ച് സോപ്പ് കൂടി ചേർത്തിട്ട് കുറച്ച് ഒരു തുള്ളി സോപ്പ് ചേർത്താൽ മതി. രാവിലെയോ വൈകിട്ടോ തളിച്ചു കൊടുക്കാം. അപ്പൊ വാഴയിലുള്ള തണ്ടുവരപ്പുഴുവിനൊക്കെ കവിള് നിറച്ചാണ് ഇത് അടിക്കുന്നത്. അത് ഉള്ളിലല്ലേ. അപ്പൊ വാഴയെ നന്നായിട്ട് ചടിച്ചു കൊടുക്കാം. ലക്കരി എന്ന് പറയുന്നത് ചെറിയ പ്രാണികൾ, അതായത് ഇലക്ട്രൈൻ, വെള്ളീച്ച, പിന്നെ പപ്പായ, മിനിമുട്ട എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊടി പോലെയൊക്കെ വരുന്നത്. അതിനൊക്കെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 20 ഗ്രാം കലക്കിയിട്ട് രാവിലെയോ വൈകിട്ടോ നല്ല മഴയോ പിന്നെ എന്തോ പേസിലോമൈസിസ് എന്ന് പറയുന്നത് വേരിനെ ബാധിക്കുന്ന നിമാവിരേനെ ചെറുക്കാനുള്ളതാണ്. അപ്പോൾ ഈ പേസിലോമൈസിസിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ അത് അറിയാം വേരിനെ നിമാവിരെ ബാധിച്ചു എന്ന് അറിയുന്നത് ഇലകളൊക്കെ മഞ്ഞളിച്ച് ഒടിഞ്ഞു തൂങ്ങി ഇങ്ങനെ കാണുമ്പോൾ വേരെടുത്തിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ വേരിലിങ്ങനെ മുഴ പോലെ കാണും. അപ്പോൾ വെള്ളവും വളമൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ പേസിലോമൈസിസ് 30 ഗ്രാം 300 ഗ്രാം വേപ്പിൻ ചേർത്ത് ചോദിച്ചു കൊടുക്കണം. പിന്നെ ഇതെല്ലാം ബയോ കൺട്രോൾ ഏജന്റ് ആണ്. നമ്മൾ തുടക്കത്തിൽ തുടങ്ങി തന്നെ ഉപയോഗിക്കണം. സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയാൽ അത് ഭയങ്കരമായിട്ട് വന്നതിന് ശേഷം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിളകൾ നശിച്ചു. മെറ്റാറൈസിയം എന്ന് പറയുന്നത് വേദിയിൽ പൂക്കൾക്ക് എതിരെ ഉപയോഗിക്കുന്നതാണ്. ഇത് 1 ലിറ്ററിലേക്ക് 1 ഗ്രാം കലക്കി ഈ ലോണിലൊക്കെ ഉള്ള ചെതലുകൾ പിന്നെ പുല്ലുകളെ ബാധിക്കുന്ന വേദിയിൽ പൂക്കൾ അതിനൊക്കെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ഗ്രാം കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. വളങ്ങൾ, അതായത് ഈ ഫംഗസ് ബാക്ടീരിയ തന്നെ വളങ്ങളായിട്ട് വളങ്ങളായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇത് ഫോസ്ഫറസ് ജീവാണു വളം. അപ്പോൾ ഇത് നമ്മൾ കെമിക്കലിന് പകരം അതായത് ജൈവകൃഷി ചെയ്യുന്നവര് ഇത് ഉപയോഗിക്കും. ചാണകത്തിന്റെ വാഴകൃഷി, പച്ചക്കറി എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. എല്ലാ വിളകളും ഫോസ്ഫറസ് ജീവാണു വളം. അപ്പോൾ ചാണകത്തിൽ ചേർത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു 25% ഫോസ്ഫറസ് ഈ ബാക്ടീരിയ തരും. കൂടാതെ മണ്ണിലും അന്തരീക്ഷത്തിലുള്ളതൊക്കെ വലിച്ചെടുക്കാനും സഹായിക്കും. അപ്പോൾ ഇത് ഫോസ്ഫറസ് ജീവാണു വളം. പിന്നെ അടുത്തത് നൈട്രജൻ ലഭിക്കാനുള്ള അസോസ്പൈറിലം. ഇതൊക്കെ ഒരുമിച്ച് ചേർത്ത് ഇട്ട് കൊടുക്കാം. ഇത് നൈട്രജൻ ലഭിക്കാൻ അതേപോലെ തന്നെ പ്രവർത്തനം 25% നൈട്രജൻ തരും. കൂടാതെ മണ്ണിലുള്ളത് വലിച്ചെടുക്കാനും സഹായിക്കും. അസോസ്പൈറിലം നൈട്രജൻ
അതായത് നമ്മൾ ചാണകം ഇടില്ലേ, അതിന്റെ കൂട്ടത്തിൽ ഇതൊരു 50 ഗ്രാം ഇടുക, 50 ഗ്രാം ഫോസ്ഫറസ് ഇടുക, മിക്സ് ചെയ്തിട്ട് ഇതൊരു ഫംഗസ് ആണ്, വേരിൽ ജീവിക്കുന്ന ഒരു ഇതാണ് മൈക്കോറൈസ അല്ലെങ്കിൽ വാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ ഇത് നടുന്ന സമയത്താണ്, വേരിൽ വസിക്കുന്നതായതുകൊണ്ട് നടുന്ന സമയത്താണ് ഇത് ഉപയോഗിക്കുന്നത് മൈക്കോറൈസ. അപ്പൊ ഇത് നടന്ന കുഴിയിൽ, അപ്പൊ വാഴയാണ് നടന്നെങ്കിൽ ഒരു 50 ഗ്രാം എടുത്തിട്ട് കല്ല വെക്കണം ആ കുഴിയിൽ വേണം. അപ്പൊ വേര് അതിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഈ വാം അതിന്റെ വേരിൽ ചെയ്യും, പിന്നെ അതിന്റെ തവണ ഇട്ടാൽ മതി. അതുകൊണ്ടാണ് നടന്ന സമയത്ത് പച്ചക്കറി തൈകളൊക്കെ 10 ഗ്രാം നടന്ന പിന്നെ നിങ്ങൾക്ക് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് നട്ട് ഓൾറെഡി നട്ടുകൊള്ളി മണ്ണ് മാറ്റി കുറേശ്ശെ വെള്ളത്തിൽ കലക്കുന്ന ആവശ്യമില്ല. ഇത് ലയിക്കില്ല. ഇത് ഇതിന്റെ എന്ന് പറയണത് വെർമിക്കുലേറ്റ് ഫെർലൈറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ സാധനം ഇതിലുണ്ട്. അതിലാണ് ഈ വാം വളർത്തിയിട്ടുള്ളത്. ചാണകം, മണ്ണ്, അതിന് ചോളത്തിലാണ് വാം വളർത്തുന്നത്. അപ്പൊ ആ വിത്ത് അതിന്റെ ചെടി വളർത്തിട്ട് അതിന്റെ വേരിലുള്ള മൈക്രോറൈസാണ് പാക്കറ്റ്. നിങ്ങളിത് നടന്ന സമയത്ത് എല്ലാത്തിനും എല്ലാം നടന്ന സമയത്ത്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെയൊക്കെ കോംബി പാക്കറ്റ്സ് ഉണ്ട്. അതായത് 2-3 സാധനത്തിന്റെയൊക്കെ ചെറിയ ചെറിയ പാക്കറ്റ്സ് 100 രൂപ. അപ്പൊ ബയോകൺട്രോൾ എന്തോ 100 രൂപ 1 കിലോന്റെ പാക്കറ്റ്. അപ്പൊ ബയോകൺട്രോൾ മിക്സ് പച്ചക്കറി, അതായത് പച്ചക്കറി കർഷകർക്ക് ഉള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ സാധനങ്ങളിലുള്ള സ്യൂഡോമോണാസ്, ബിവേരിയ, ഡെക്കാൻസി. അപ്പോൾ 3 സെപ്പറേറ്റ് പാക്കറ്റാണ് ചെയ്യേണ്ട വിധത്തിൽ. ഒരു പാക്കറ്റ് വാങ്ങിയ 3 പാക്കറ്റ് അല്ല സെപ്പറേറ്റ് പാക്കറ്റ്. അതായത് 500 ഗ്രാം സ്യൂഡോമോണാസ്, 150 ഗ്രാം ബിവേരിയ, 200 ഗ്രാം ഡെക്കാൻസി. പിന്നെ വില 95 ഉള്ളത്. ഇത് സ്യൂഡോമോണാസ്, ബേസിലോമൈസിസ്, അവരുടെ കരിക്കുന്നത്, പിന്നെ ബിവേരിയ, അത്രയും 3 പാക്കറ്റ്. പിന്നെ വാമുണ്ട്, അസസ്പയറിലും നേരത്തെ ലഭിക്കാനുള്ളത്, പിന്നെ ഫോസ്ഫറസ് ലഭിക്കാനുള്ളത്, പിന്നെ സ്യൂഡോമോണാസ്. 4 പാക്കറ്റ്. ഇതൊക്കെ ഇവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങാം കേട്ടോ. ഇത് വേപ്പെണ്ണ, വെളുത്തുള്ളി, ഇത് ചെറിയ പച്ചക്കറികളുള്ള അപ്പൊ ഇത് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് 6 ഗ്രാം സോപ്പ് കലക്കിയിട്ട് കഴിച്ചു കൊടുക്കാം. 6 ഗ്രാം. വെണ്ട മരത്തിന്റെ മുകളിൽ എല്ലാ ചുരുട്ടിയിട്ടുള്ള ഒരു പുഴുണ്ട്, അതിനൊക്കെ നല്ലതാണ്. അതിന് ഇത് പറ്റില്ല. അത് ബിവേറിയാണ് സാധാരണ എല്ലാവരും കൊണ്ടുപോകുക.